ഹായ്, ഞാൻ ഫൈറൂസ. ഇന്നത്തെ വർക്ക്ഷോപ്പ് അസോസിയേറ്റിൻ്റെ വളരെ നല്ലൊരു ഇത് തന്നെയായിരുന്നു. നമുക്ക് മനസ്സിലാക്കാനും എല്ലാ ലീഡേഴ്സും ഒപ്പം നിന്നിട്ട് നമുക്ക് പറഞ്ഞു തരാനും എല്ലാ രീതിക്കും നമുക്ക് നല്ലൊരു എന്താ പറയുക ഒരു ഇത് തന്നെയായിരുന്നു. എന്തായാലും ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹായ്, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ഫാത്തിമ ജാഫർ. വടക്കേക്കാട് നോട്ടർ സെൻറ്ററിൽ നിന്നാണ് കണ്ടിട്ടായത്. ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലായത് ഹെർബൽ ലൈഫിനെ പറ്റിയിട്ടും അതേപോലെ ഫുഡിനെ പറ്റിയിട്ടാണ് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. അതുപോലെ തന്നെ നാജി മാഡം ക്വസ്റ്റ്യൻ ആൻസർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ആൻസർ പറയാൻ പറ്റി. അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് നമുക്ക് അതിനെ പറ്റിയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. എനിക്കതിൽ സന്തോഷമുണ്ട്. താങ്ക് യു. ഗുഡ് ഈവനിങ്. ഞാൻ പത്മിനിയാണ്, വടക്കേക്കാട് ന്യൂട്രി സെൻറ്ററിൽ നിന്നാണ്. ഇന്നത്തെ നമ്മുടെ ബിലോ സൂപ്പർവൈസർ മീറ്റിങ്ങിൽ മനസ്സിലായത്, ഇന്ന് ഫസ്റ്റിൽ നമ്മൾ അക്കാഡമിയും സെമിനാറൊക്കെ കാണുന്നത്. അതുപോലെ ഫസ്റ്റിൽ തന്നെ നമ്മളൊരു ഐഡിയ അടിച്ച് കയറുമ്പോൾ എന്തെല്ലാമാണ് ഹെർബൽ ലൈഫ് കമ്പനിയെ കുറിച്ചിട്ട്, അത് ഏത് വർഷത്തിലാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്, പിന്നെ ആരാണ് കണ്ടുപിടിച്ചത്, എന്ത് കാരണത്താലാണ് ഇത് കണ്ടുപിടിക്കാൻ, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ അഷറഫ് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. പിന്നെ നമ്മൾ എപ്പോഴും ഓർമ്മയിലുണ്ടാവും, എല്ലാ തവണയും ഒരുവിധം തവണയൊക്കെ അത് എഴുതി വയ്ക്കും. എഴുതി വെച്ച് പിന്നെ അപ്പോൾ സാറ് പറയണത് പോലെ തന്നെ അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഒരു ഓർമ്മയുണ്ടാവും നമുക്ക്. പിന്നീട് ചോദിക്കുമ്പോഴാണ്, ഇന്ന് നാജി ആണെങ്കിൽ അത് ഓരോന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോഴാണ് അപ്പോഴാണ് അമ്പരക്കുന്നത്, എന്ത് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവണം എന്നുള്ളത്. ഇതിനാണ് പറയുന്നത്, നമ്മളെല്ലാം പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. അതാണ് ഇന്നത്തെ മീറ്റിങ്ങിൽ നിന്ന് മനസ്സിലായത്. എന്തായാലും ഈ ഒരു ക്ലാസ് എല്ലാത്തിനേക്കാളും ഓരോ ക്ലാസ്സുകളും ഓരോ മീറ്റിങ്ങും പിന്നെയും വീണ്ടും നമുക്ക് ഓരോ കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു സർ. താങ്ക് യു ഓൾ. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സുഹറ. ഇന്നത്തെ മീറ്റിങ്ങിൽ മനസ്സിലായത്, ഇന്നിപ്പോൾ നമ്മുടെ കമ്പനിയെക്കുറിച്ചും നമ്മൾ അസോസിയേറ്റ് ആയാൽ ആദ്യം തൊട്ട് പഠിക്കേണ്ട ഓരോ കാര്യങ്ങളെ കുറിച്ചും പ്രൊഡക്റ്റിൻ്റെ പറ്റിയൊക്കെ ക്ലാസ് എടുത്ത് മനസ്സിലായി. എനിക്ക് എടപ്പാൾ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ബസ്സിലായതുകൊണ്ട് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ടില്ല. എന്തായാലും കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി. താങ്ക് യു.